Hi everyone. Today our video is about leverage ratios or solvency ratios. The term solvency refers to the ability of a firm to pay its outside liability. What is outside liability? Both the long term and short term liabilities are called outside liability, correct? So solvency may be short term solvency or long term solvency. So how the organization's ability of that firm to meet short term or current obligations in time, this is known as liquidity. So the long term solvency refers to the capacity or ability of a firm to repay the long term liabilities along with the interest. Long term liabilities such as debentures, long term loans, etc. സോ ദ ലോങ് ടേം സോൾവൻസിനെയാണ് നമ്മൾ ലോങ് ടേം ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോങ് ടേം സോൾവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ലിവറേജ് റേഷ്യോ അഥവാ സോൾവൻസി റേഷ്യോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു അനലൈസ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിവറേജ് റേഷ്യോസ് കൊണ്ടുവരുന്നത്. So there are two types of solvency ratios such as structural ratio and coverage ratio. Structural ratios എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓൺഡ് ക്യാപിറ്റൽ ആൻഡ് ബോറോഡ് ക്യാപിറ്റൽ. അതായത് ഓൺഡ് ക്യാപിറ്റലും അതുപോലെ നമ്മൾ മറ്റ് ബോറോ ചെയ്ത ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സ്ട്രക്ചറൽ റേഷ്യോസ് എന്ന് വിളിക്കുന്നത്. So these ratios are calculated from the balance sheet item. Balance sheet items ആണ് നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസിൽ വരുന്നത്. സോ ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? എത്രത്തോളം ഫേമിന് എബിലിറ്റി ഉണ്ട്, അവർ കടം വാങ്ങിയ പൈസ തിരിച്ചടയ്ക്കാനായിട്ട് എത്രത്തോളം ഫേം റീപേയബിൾ ആണ് അല്ലെങ്കിൽ എബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രക്ചറൽ റേഷ്യോസ് ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഐറ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. കവറേജ് റേഷ്യോസ് ആണെങ്കിലോ, കവറേജ് റേഷ്യോസ് ആർ ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റംസ് ആണ് നമ്മൾ കവറേജ് റേഷ്യോസിൽ ഉപയോഗിക്കുന്നത്. സോ ദീസ് ആർ കാൽക്കുലേറ്റഡ് ടു അസർട്ടൈൻ ദ ഫേംസ് കപ്പാസിറ്റി ടു പേ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റെഗുലർലി. പ്രിൻസിപ്പൽ എമൗണ്ട് അല്ല, ഇവിടെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റെഗുലറായിട്ട് അടയ്ക്കാനുള്ള കമ്പനിയുടെ എബിലിറ്റീനെയാണ് നമ്മൾ കവറേജ് റേഷ്യോസിൽ പറയുന്നത്. So structural ratios indicates the long-term solvency of the firm, and these ratios measure the extent of debt financing in a firm and used to analyze the long-term financial position of a firm. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ റേഷ്യോസിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് എന്ന് വിളിക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ റേഷ്യോസ് ഏതൊക്കെയാണ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ, പ്രൊപ്പറേറ്ററി റേഷ്യോ, സോൾവൻസി റേഷ്യോ. സോ നമുക്ക് 2-3 സ്ട്രക്ചറൽ റേഷ്യോസ് ഇന്ന് നോക്കണം. സോ ഡെപ്റ്റ് എക്വിറ്റി റേഷ്യോ എന്താണെന്ന് ആദ്യം നോക്കാം. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കോമണി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോൾവൻസി റേഷ്യോ ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ഫിനാൻസിങ് ദ അസറ്റ്സ് ഓഫ് എ ഫേം. അതിൻ്റെ പ്രൊപ്പോർഷനാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. സോ ഇറ്റ് എക്സ്പ്രസസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ എക്സ്റ്റേണൽ ഇക്വിറ്റി ആൻഡ് ഇൻറ്റേർണൽ ഇക്വിറ്റി. അല്ലേ? ഇൻറ്റേർണൽ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നമ്മുടെ ഇക്വിറ്റി ക്യാപിറ്റൽ. എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഡിബഞ്ചേഴ്സ്. അല്ലേ? സോ അതിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതിനാണ്, അതിനെയാണ് നമ്മൾ എന്ത് റേഷ്യോ എന്ന് വിളിക്കുന്നത്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് ചോദിച്ചാലും എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് ചോദിച്ചാലും സെയിം ആൻസർ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ പ്രോബ്ലം ആണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. സോ ദർ ആർ 2 ഫോംസ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അഥവാ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. സോ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുല ദാറ്റ് ഈസ് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു റേഷ്യോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, പ്രൊപ്പറേറ്ററി റേഷ്യോ. ദെൻ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഓർ ടോട്ടൽ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ. So these are the types of leverage ratio, measures the extent of the risk that the company takes by introducing debt to the finance.
സോ നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസിൻ്റെ കമ്പോണൻസ് ഓഫ് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കാം. ദ ടു മേജർ കമ്പോണൻസ് ഓഫ് ലോങ് ടേം ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. സോ ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ബൈ ദ ഔട്ട്സൈഡേഴ്സ് അല്ലേ, ലോങ് ടേം ഡെപ്റ്റ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിബഞ്ചേഴ്സ്, മോർട്ട്ഗേജസ് ആൻഡ് ഓൾ ലോങ് ടേം ലോൺ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് external equity or borrowed funds. Then second component, equity, means funds invested by the shareholders. So അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആവാം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആവാം, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആവാം. അതുകൊണ്ട് തന്നെ ദ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ ഇന്റേണൽ ഇക്വിറ്റി. Carefully listen, I will repeat it once more. The two major components are long-term debt and equity. Long-term debt refers to the funds invested by the outsiders. ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെല്ലാം വരും? ഡിബഞ്ചേഴ്സ്, മോർട്ട്ഗേജസ്, എല്ലാ തരത്തിലുള്ള ലോങ് ടേം ലോൺസ്. അതുകൊണ്ട് നമുക്ക് അതിനെ എക്സ്റ്റേണൽ ഇക്വിറ്റി അഥവാ ബോറോഡ് ഫണ്ട്സ് എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് കമ്പോണൻ്റ് എന്താ? ഒന്ന് ലോങ് ടേം ഡെപ്റ്റ്, മറ്റത്തെ കമ്പോണൻ്റ് എന്താ? ഇക്വിറ്റി. ഇക്വിറ്റി മീൻസ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് ഇൻറ്റേർണൽ ഇക്വിറ്റി എന്തെല്ലാം വരും? ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. So when all the accumulated losses and fictitious assets are deducted from the shareholders fund, we get net worth അല്ലേ. എല്ലാ അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞേ പ്രിലിമിനറി അസറ്റ്സ് അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസ് ആണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? നെറ്റ് വർത്ത് കിട്ടുന്നു. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, നെറ്റ് വർത്ത്, ഇത് രണ്ടും നമുക്ക് ജനറലി വൺ ആൻഡ് ദ സെയിം എന്ന് പറയാം. സോ ലോങ് ടേം ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? ഡിബഞ്ചേഴ്സ് പ്ലസ് മോർട്ട്ഗേജസ് പ്ലസ് ഓൾ ലോങ് ടേം ലോൺസ്. ക്ലിയർ? ഒന്നും കൂടി പറയാം. ലോങ് ടേം ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു ഡിബഞ്ചേഴ്സ് പ്ലസ് മോർട്ട്ഗേജസ് പ്ലസ് ഓൾ ലോങ് ടേം ലോൺസ്. ദെൻ നെക്സ്റ്റ് കമ്പോണൻറ്റ് ഇക്വിറ്റി ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്. സോ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടോട്ടൽ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, ദാറ്റ് ഈസ് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ക്ലിയർ? സോ നെക്സ്റ്റ് ഇനി എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ സ്റ്റാൻഡേർഡ് ഓർ ഐഡിയൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് 1:1. അതായത് ദ ഫണ്ട്സ് പ്രൊവൈഡഡ് ബൈ ദ ഔട്ട്സൈഡേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അതായത് അങ്ങനെ ഈക്വൽ ആവുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ. അതായത് ഡെപ്റ്റ് കൂടുതലും ഇക്വിറ്റി കുറവും, അതായത് ഇക്വിറ്റി കൂടുതലും ഡെപ്റ്റ് കുറവായിട്ട് നിൽക്കാൻ പാടില്ല. രണ്ടും ഫണ്ട്സ് പ്രൊവൈഡഡ് ബൈ ദ ഔട്ട്സൈഡേഴ്സ് ആൻഡ് ദ ഷെയർ ഹോൾഡേഴ്സ് മസ്റ്റ് ബി ഈക്വൽ. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓർ ഐഡിയൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സോ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒരു 2:1 ആണെന്ന് നോക്കിയേ. അങ്ങനെയാണെങ്കിലോ ദാറ്റ് ദ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിനൊക്കെ കൂടുതൽ അതായിരിക്കും എളുപ്പം. കാരണം അവിടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനാണെങ്കിലോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1:1 ആവണതായിരിക്കും അവർക്ക് കൂടുതൽ എളുപ്പം. പ്രൈവറ്റിന് കൂടുതൽ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റണത് എങ്ങനെയാണ്? ബോറോവേഴ്സ് ഫണ്ട്സ് അല്ലേ അവർക്ക് കൂടുതലായിട്ട് കിട്ടുക. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനാണെങ്കിലോ അങ്ങനെ കൂടുതലായിട്ടൊന്നും കിട്ടില്ല, അവർക്ക് ഈക്വലി മെയിൻറ്റെയിൻ ചെയ്യണമായിരിക്കും എളുപ്പം. സോ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, സ്റ്റാൻഡേർഡ് ഓർ ഐഡിയൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1:1 ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. സോ ടോട്ടൽ ലയബിലിറ്റി എങ്ങനെ കിട്ടുന്നു? ഡിബഞ്ചേഴ്സ് പ്ലസ് മോർട്ട്ഗേജസ് പ്ലസ് ഓൾ ദ ലോങ് ടേം ലോൺസ്. Then equity or shareholders funds is equity capital plus preference capital plus all reserves and surplus. Got the point? Then significance. Debt equity ratio ന്റെ significance നോക്കാം. Debt equity ratio is very important to the long term creditors. So because ഇതൊരു ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ ആണ് ക്രെഡിറ്റേഴ്സിന് കിട്ടുന്നത്.
ഒരു ഹൈ റേഷ്യോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒരു ഹൈ റേഷ്യോ ആണെങ്കിൽ ഇത് ക്രെഡിറ്റേഴ്സിന് സേഫ്റ്റിയും, ലോ റേഷ്യോ ആണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് ഗ്രേറ്റർ റിസ്ക്കും ആണ് സൂചിപ്പിക്കുന്നത്. So this ratio shows the relative contributions of creditors and owners of the business in its financing. Clear? So in short നമുക്ക് എങ്ങനെ പറയാം? Debt equity ratio is very useful for analyzing long term financial condition of a company. I repeat, debt equity ratio is very useful for analyzing long term financial condition of a company. So debt equity ratio, I think you are very well clear about the debt equity ratio formula of debt equity ratio, that is long term debt divided by equity. Components of long term debt equity ratio, two components are there: long term debt and equity. Long term debt is equal to debentures plus mortgages plus all long term loans. Equity fund is equal to equity capital plus preference capital plus all reserves and surplus. Then total debt equity ratio is equal to total debt divided by equity. Then standard debt equity ratio is what? It is 1:1, because it is very ideal for the public sector enterprises, and for 2:1 is norm accepted by the private sector enterprises. Then significance of the debt equity ratio, what we said, debt equity ratio is very particular importance to the long term creditors, because the high ratio indicates safety to the creditors and low ratio shows greater risk to the creditors. So in short, what we can say, debt equity ratio is very useful for analyzing long term financial condition of a company. Clear? So the next leverage ratio is proprietary ratio. What is proprietary ratio? Proprietary ratio establishes the relationship between the shareholders or proprietors fund and total assets. This ratio shows how much funds have been contributed by the shareholders in the total assets of the firm. Proprietary ratio is also known as equity ratio or net worth ratio. So proprietary ratio എന്ന ഒരു ലെവറേജ് റേഷ്യോൻ്റെ പ്രധാന ആവശ്യകത എന്താണ്? ഇത് ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിനും ടോട്ടൽ അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണുന്നത്. അതായത് എത്രത്തോളം ഫണ്ടാണ് ദാറ്റ് ഷുഡ് ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ടോട്ടൽ അസറ്റ്സ് ഓഫ് ദ ഫേമിൻ്റെ ടോട്ടൽ അസറ്റ്സിൽ എത്രത്തോളം ഫണ്ടാണ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊപ്പറേറ്ററി റേഷ്യോ അഥവാ നെറ്റ് വർത്ത് റേഷ്യോ അഥവാ ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കുന്നത്. സോ പ്രൊപ്പറേറ്ററി റേഷ്യോൻ്റെ ഫോർമുല വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് അഥവാ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലയബിലിറ്റീസ് ആണ്. ക്ലിയർ? ഞാൻ ഒന്നും കൂടി പറയാം. പ്രൊപ്പറേറ്ററി റേഷ്യോയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് അഥവാ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലയബിലിറ്റീസ് ആണ്. So the two basic components of proprietary ratio are shareholders fund and total assets. shareholders fund എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ്? ഇക്വിറ്റി, പ്രിഫറൻസ്, റിസർവ്സ്, സർപ്ലസ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് അല്ലേ? സോ അതിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് നമുക്ക് എന്തും കൂടി കുറയ്ക്കണം. അക്യുമുലേറ്റ് ലോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ആക്ച്വൽ എമൗണ്ട് മനസ്സിലാവും. സോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊപ്പറേറ്റർ ഫണ്ട് എന്നും വിളിക്കാം, ഓണേഴ്സ് ഇക്വിറ്റി എന്നും വിളിക്കാം, ഇൻറ്റേർണൽ ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ്വർത്ത് എന്നും പറയാം. സോ ടോട്ടൽ അസറ്റ് ഇനി കണ്ടുപിടിക്കണം. ടോട്ടൽ അസറ്റ് എന്താ? ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ്. സോ നമുക്ക് എന്ത് കിട്ടുന്നു? ടോട്ടൽ അസറ്റ്സ് കിട്ടുന്നു. സോ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസസുകൾ, ഡിസ്കൗണ്ട് ഓൺ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സുകൾ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസുകൾ, ഇതൊക്കെ നമ്മൾ എന്തിൽ നിന്ന് കുറയ്ക്കണം? റിസർവ്സിൽ നിന്ന് കുറച്ച് വേണം നമ്മൾ എവിടെ കണ്ടുപിടിക്കാൻ? കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറൻസ് ടോട്ടൽ അസറ്റ്സ് എഴുതുമ്പോൾ ചെയ്യാനായിട്ട്. സോ സ്റ്റാൻഡേർഡ് പ്രൊപ്പറേറ്ററി റേഷ്യോ ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ജനറലി റേഷ്യോ ഈസ് 0.5:1. എന്തുകൊണ്ടാണ് അങ്ങനെ സ്റ്റാൻഡേർഡ് പ്രൊപ്പറേറ്ററി റേഷ്യോ 0.5:1 എന്ന് പറയുന്നത്? ബിക്കോസ് 50% ഓർ മോർ ഈസ് കൺസിഡേർഡ്
ഐഡിയൽ. സ്റ്റാൻഡേർഡ് പ്രൊപ്പറേറ്ററി റേഷ്യോ അങ്ങനെ നിൽക്കുന്നതാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ടു ദ അസറ്റ് 50% ഓർ മോർ ഈസ് കൺസിഡേർഡ് ഐഡിയൽ. അതുകൊണ്ടാണ് 0.5:1 ആണ് സ്റ്റാൻഡേർഡ് പ്രൊപ്പറേറ്ററി റേഷ്യോ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ proprietary ratio, high ratio indicates the safety to the creditors and low ratio shows greater risk to the creditors. So high ratio വരുന്നത് firm less dependent on creditors, അതായത് ക്രെഡിറ്റേഴ്സിന് അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം ഫേമിനില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ അവരുടെ ആവശ്യത്തിനുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. Therefore higher proprietary ratio indicates a sound financial position. സോ പ്രൊപ്പറേറ്ററി റേഷ്യോ ഞാൻ ഒന്നും കൂടി പറയാം. പ്രൊപ്പറേറ്ററി റേഷ്യോ എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്സ് ആൻഡ് ദ ടോട്ടൽ അസറ്റ്സ്. ദിസ് റേഷ്യോ ഷോസ് ഹൗ മച്ച് ഫണ്ട്സ് ഹാവ് ബീൻ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ total assets of the firm. So proprietary ratio is equal to shareholders fund divided by total asset. Shareholders fund divided by total asset ആണ് നമുക്ക് proprietary ratio കിട്ടുന്നത്. Components of proprietary ratio, 2 basic components ആണുള്ളത്. ഒന്ന് shareholder fund, മറ്റൊന്ന് total asset. Then standard proprietary ratio 0.5:1 ആണ്. Significance of proprietary ratio, long term financial position of the firm കാണാനാണ് ഉപയോഗിക്കുന്നത്. High ratio indicates the safety to the creditors and higher proprietary ratio indicates the sound financial position. I think you are very well clear up to the debt equity ratio, total assets to debt ratio and proprietary ratio in today's class. We will discuss the next ratios of the solvency ratio in our next classes. So write down the notes. And if you have any doubts, you can ask me through our WhatsApp group. Okay, thank you all. Have a nice day.